ഇത് രവിവർമ്മയുടെ മുംബൈയിലെ സ്റ്റുഡിയോ ആണ്. അപ്പൊ ഞാൻ അതിലേക്ക് രീതും അതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് രാജാ രവിവർമ്മയുടെ ജനനം മാത്രമായിരുന്നില്ല കിളിമാനൂർ കൊട്ടാരത്തിൽ സംഭവിച്ചത്. ജനിച്ചു, ഇവിടെ വളർന്നു, രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. രവിവർമ്മ അനുജൻ രാജരാജവർമ്മ, അത് അനുജനാണ്. അവര് രണ്ടുപേരും കൂടി ചിത്രകലയിലെ രാമലക്ഷ്മണന്മാരെന്ന് അവരറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും രാജ്യം മുഴുവൻ ഹിമാലയം വരെ സഞ്ചരിച്ചു. അപ്പൊ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ കാഴ്ചകൾ മുഴുവൻ വരച്ചു വന്നു. രവിവർമ്മയാണ് ദേവീദേവന്മാർക്ക് രൂപം നൽകി. ഹി ക്രിയേറ്റഡ് ദ ഫേസസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പുണ്യ പുരാണ ചിത്രങ്ങളെല്ലാം, മഹാഭാരതം ആവട്ടെ, രാമായണം ആവട്ടെ, ദമയന്തി ആവട്ടെ, ശാകുന്തളമാവട്ടെ, ഈ ഏടുകളെല്ലാം അദ്ദേഹം നമുക്ക് വരച്ചു തന്നു. അതോടൊപ്പം ഭാരതത്തിന് മുക്കുമൂലയും, കേരളമല്ല ഭാരതത്തിലെ മറ്റു കാഴ്ചകളല്ലേ, അവിടെ മൈസൂർ അല്ലല്ലോ, മൈസൂരിലെ വേഷവിധാനം വേറെയാണ്, അതല്ല ഹിമാചൽ പ്രദേശ്, അതല്ല മഹാരാഷ്ട്ര അല്ലേ, കേരളം വേറെയാണ്. അപ്പം ഈ യാത്ര ചെയ്തതിലൂടെയാണ് അദ്ദേഹം ആ വേഷവിധാനങ്ങൾ എല്ലാം ചിട്ടപ്പെടുത്തിയത്. അപ്പൊ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വരയ്ക്കുമ്പോൾ ആ ദേശത്തിന്റെ പ്രത്യേകതകൾ അതിനകത്ത് വരും. മണ്ണിന്റെ നിറം, ചെടികളുടെ വ്യത്യാസങ്ങൾ, ഇവിടുത്തെ ചെടികളായിരിക്കില്ലല്ലോ അവിടെ, ഇവിടെ അല്ലെങ്കിൽ ഓർണമെന്റ്സ് വ്യത്യാസം വരില്ലേ, വേഷവിധാനങ്ങൾക്ക് വ്യത്യാസം വരും. മനസ്സിലായില്ലേ? കേരളം എടുത്താൽ തന്നെ എത്രയോ വ്യത്യാസങ്ങളുണ്ട്. ഐ മീൻ ശംഖുമുഖത്തെ ബീച്ചിന്റെ മണ്ണിന്റെ നിറമല്ല ആലപ്പുഴ ബീച്ചിലെ അല്ലേ എന്ന് പറയുന്ന ഈ ഇന്ത്യ അത്രയും, ഭാരതം അത്രയും വൈവിധ്യമുണ്ട്. അപ്പൊ ഈ വൈവിധ്യം മുഴുവനും അദ്ദേഹം വരച്ചു തന്നു.